ഏറ്റവും ഹൃദയസ്പർശിയായ യാത്ര പറച്ചിലിൻ്റെ മുഹൂർത്തത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുക. പ്രിയപ്പെട്ട തോമസ് അച്ഛൻ തൻ്റെ ഭവനമായിരുന്ന ദേവാലയത്തോടും ബലിയർപ്പിച്ചിരുന്ന ബലിപീഠത്തോടും തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്ന തൻ്റെ ദൈവജനത്തോടും ഇതാ യാത്ര പറയുകയാണ്. ഈ യാത്രാമൊഴിയെ സൂചിപ്പിച്ചുകൊണ്ട് ബലിപീഠത്തിലും തുടർന്ന് ദേവാലയ കവാടങ്ങളിലും ശവമഞ്ചം മുട്ടിച്ച് യാത്ര ചോദിക്കുന്ന വികാരനിർഭരമായ സമയമാണിത്. തീക്ഷ്ണമതിയായ ഒരു വൈദികനെ, നന്മയുള്ള ഒരു സഹോദരനെ, പ്രിയങ്കരനായ ഒരു സുഹൃത്തിനെ, കാരുണ്യം നിറഞ്ഞ ഒരു മനുഷ്യസ്നേഹിയെ നഷ്ടപ്പെടുന്നതിൻ്റെ സങ്കടം ഞങ്ങൾക്ക് ഏവർക്കുമുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഒഴുകിയിറങ്ങിയ അനേകം നന്മകളിലൂടെ അച്ഛൻ ഇനിയും ജീവിക്കുമെന്ന പ്രത്യാശയോടെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ തനിക്കായി ഒരുക്കിയിരിക്കുന്ന വീട്ടിലേക്ക് പ്രിയപ്പെട്ട തോമസ് അച്ഛ ഞങ്ങൾ അങ്ങയെ പ്രാർത്ഥനയോടെ യാത്രയാക്കുന്നു. വിടവാങ്ങുന്നേ പരിപാവനമാ ബലിവേദികയേ വിടവാ പോലിനിമേ ബലി ചെയ്വതിനാ നിൻപദകാരിൽ വരികില്ല. വിടവാങ്ങുന്നേ ദേവാലയമേ വാനവർ പാടും പരമാലയമേ സ്വർഗാനന്ദം വിളയുന്നിൽ പതിയിലിനിമേ എൻ പാദങ്ങൾ വിടവാങ്ങുന്നേ ദേവാലയമേ വാനവർ പാടും പരമാലയമേ കീർത്തനഗാനം പാടുന്നതിനാ തിരുസന്നിധി വരികിലിനിയാ ഇനി എൻ പ്രിയരേ പോകുന്നു ഞാൻ അന്തിമയാത്ര വന്ദനമോടെ
സ്നേഹമുള്ളവരെ, തുടർന്ന് വിലാപയാത്രയായി ദൈവജനം സെമിത്തേരിയിലേക്ക് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദേവാലയത്തിനുള്ളിലുള്ള എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി സെമിത്തേരിയിലേക്ക് നീങ്ങണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും സെമിത്തേരിയിലേക്കുള്ള വഴിയുടെ സൈഡിലായിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. മുത്തുകുടകള് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ അൾത്താരയ്ക്കും സക്രാരി ഇരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു കസേരയിട്ട് അവിടെ ഇരിക്കും. അതല്ലെങ്കിൽ നിലത്തിരുന്ന് കാല് നീട്ടി അങ്ങോട്ട് വെച്ചിട്ട് ചാരിയിരുന്നോ ഇരിക്കും. ചാരിയിരുന്ന് നിൽക്കുന്ന ദിവസം മിക്കവാറും ഉറക്കമായിരിക്കും മെയിൻ പരിപാടി. കസേരയിലിരിക്കുന്ന സമയത്ത് ചിലപ്പം പ്രാർത്ഥിക്കും, കൊന്തയിലും അങ്ങനെ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. രാത്രിയിൽ ഒരുപാട് സമയം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിൻ്റെ പ്രതിപുരുഷനായി ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഞാൻ കർത്താവ് തന്നെയായിട്ട് മാറുകയാണ് എന്നുള്ള സത്യം